ജോലിസ്ഥലത്ത് ഒരേയിടത്ത് കറങ്ങുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എപ്പോഴും തിരക്കിലാണ്, പക്ഷെ കാര്യമായി ഒന്നും മുന്നോട്ടു പോകുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജോലിസ്ഥലങ്ങളിലെ ഏറ്റവും വലിയ നിരാശയ്ക്കും കാര്യക്ഷമതയില്ലായ്മയ്ക്കും കാരണം പലപ്പോഴും നമുക്ക് കാണാൻ പോലും കഴിയാത്ത ചില കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് അവയെ കാണാൻ കഴിഞ്ഞാലോ? വരൂ, ഈ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ നമുക്ക് വേട്ടയാടി പിടിക്കാം. ഒരു നിമിഷം ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പ്രത്യേക കണ്ണട വെച്ചാൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ അർത്ഥമില്ലാത്ത ജോലികളും, വെറുതെയുള്ള നടപ്പുകളും, ഒളിഞ്ഞിരിക്കുന്ന ചെലവുകളും കാണാൻ കഴിഞ്ഞാലോ? കൊള്ളാമല്ലേ? ഇന്ന് നമ്മൾ നിങ്ങൾക്ക് അങ്ങനെയൊരു കണ്ണട തരാൻ പോവാണ്. ഈ പ്രത്യേക കണ്ണടയുടെ താക്കോൽ, അഥവാ ഈ അദൃശ്യമായ പാഴാക്കലിനെ കാണാൻ സഹായിക്കുന്ന ലെൻസ്, ഒരു ജാപ്പനീസ് ആശയത്തിൽ നിന്നാണ് വരുന്നത്: മുഡ. ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റത്തിലെ ഒരു പ്രധാന ആശയമാണിത്. ഒരു ഉൽപ്പന്നത്തിനോ സേവനത്തിനോ യഥാർത്ഥ മൂല്യം നൽകാത്ത ഏതൊരു പ്രവർത്തനത്തെയും നിരന്തരമായി കണ്ടെത്തി ഇല്ലാതാക്കുക എന്നതാണ് ഇതിന്റെ കാതൽ. ഈ ആശയം നമുക്ക് നൽകിയത് ടൊയോട്ടയുടെ വിജയത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രമായ തായിച്ചി ഓനോ എന്ന എഞ്ചിനീയറാണ്. കേടായ ഭാഗങ്ങളിൽ മാത്രമല്ല അദ്ദേഹം പാഴാക്കൽ കണ്ടത്. അദ്ദേഹം അതിനെ 7 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചു. ഏത് വ്യവസായത്തിലെയും ഏത് പ്രക്രിയയും ബാധിക്കാൻ സാധ്യതയുള്ള 7 മൂടാകൾ. നമുക്ക് അവ ഓരോന്നായി പരിശോധിക്കാം. നമുക്ക് ആദ്യത്തെ 2 വെച്ച് തുടങ്ങാം. ഇവ രണ്ടും ഏതാണ്ട് ഒരുപോലെ ഇരിക്കും: ചലനവും കടത്തലും. മോഷൻ, കൺവേയൻസ്. രണ്ടും അനാവശ്യമായ ചലനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഒന്ന് ആളുകളെക്കുറിച്ചും മറ്റൊന്ന് വസ്തുക്കളെക്കുറിച്ചും. ഇതൊരു ചെറിയ വ്യത്യാസമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടില്ലേ? വ്യത്യാസം വളരെ ലളിതമാണ്. മോഷൻ എന്നത് ആളുകളുടെ ചലനത്തെക്കുറിച്ചാണ്, അതേസമയം കൺവീൻസ് എന്നത് വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചാണ്. നമുക്ക് ഓരോന്നിൻ്റെയും വ്യക്തമായ ഉദാഹരണങ്ങൾ നോക്കാം. കൺവീൻസിൽ നിന്ന് തുടങ്ങാം. ആദ്യം കൺവേയൻസ്. ഒരു പാവയുണ്ടാക്കുന്ന ഫാക്ടറി സങ്കല്പിക്കുക. അവിടെ പശ സൂക്ഷിച്ചിരിക്കുന്നത് സ്റ്റോർ റൂമിന്റെ അങ്ങേയറ്റത്താണ്. ഓരോ തവണ ഒരു തൊഴിലാളിക്ക് പശ തീരുമ്പോഴും അയാൾ ജോലി നിർത്തി അത്രയും ദൂരം നടന്നുപോയി പശ എടുത്തുകൊണ്ട് വരണം. ഈ യാത്ര അത് തികച്ചും പാഴാണ്. ഒരു വിഭവം അനാവശ്യമായി നീക്കുന്നു. അത് പാവയുടെ നിർമ്മാണത്തിൽ ഒരു മൂല്യവും കൂട്ടുന്നില്ല. ഇനി നമുക്ക് മോഷനിലെ പാഴാക്കലിലേക്ക് വരാം, അതായത് ആളുകൾ എങ്ങനെ നീങ്ങുന്നു എന്നത്. ഒരു ഓഫീസ് സാഹചര്യത്തിൽ പോലും ഇത് വളരെ ചെലവേറിയ ഒന്നാകാം. ഇത് പലപ്പോഴും വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുപോലുമില്ല, പക്ഷേ അതിന്റെ നഷ്ടം വളരെ വലുതാണ്. ഈ ഉദ്ധരണി വിഷയം വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഡേറ്റ എൻട്രി ജീവനക്കാരനെ ബന്ധപ്പെട്ട 2 നമ്പറുകൾ എൻട്രി ചെയ്യാൻ ഒരു വിൻഡോയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ക്ലിക്ക് ചെയ്യണം. ഇതൊരു ചെറിയ ചലനമാണ്, ഒരു സെക്കൻഡിന്റെ അംശം മാത്രം. അതാര് ശ്രദ്ധിക്കുന്നു, അല്ലേ? എന്നാൽ ആ ചെറിയ പ്രവൃത്തി ഒരു ദിവസം ആയിരക്കണക്കിന് തവണ ഒരു ടീം മുഴുവൻ ആവർത്തിക്കുമ്പോൾ ആ പാഴാക്കൽ കുമിഞ്ഞുകൂടും. ഇതൊരു വലിയ കാര്യമല്ലെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അതിനെ നഷ്ടം ഞെട്ടിക്കുന്നതാണ്. ഇതൊരക്ഷരത്തെറ്റല്ല. 10 പേരടങ്ങുന്നൊരു ടീമിന് സ്ക്രീനുകൾക്കിടയിൽ വെറുതെ ക്ലിക്ക് ചെയ്യുന്ന ആ അര സെക്കൻഡ് കൊണ്ട് ഒരു കമ്പനിക്ക് വർഷം നഷ്ടമാകുന്നത് $17,000. അതാണ് മുടയുടെ ഒളിഞ്ഞിരിക്കുന്ന ശക്തി. പണം ചോർത്തുന്ന, കണ്ണിൽപ്പെടാത്ത ചെറിയ പാഴാക്കലുകൾ. നമുക്ക് അടുത്ത കൂട്ടം പാഴാക്കലുകളിലേക്ക് പോകാം. ഇത് എന്തിൻ്റെയെങ്കിലും ആധിക്യത്തെക്കുറിച്ചാണ്. അതായത് ഒന്നുകിൽ അസംസ്കൃത വസ്തുക്കൾ കൂടുതലുള്ളത്, അല്ലെങ്കിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കൂടുതലുള്ളത്. ഇവ രണ്ടും പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻവെന്ററിയിലെ പാഴാക്കൽ വളരെ വ്യക്തമാണ്. അതായത് ആവശ്യത്തിലധികം സാധനങ്ങൾ വെറുതെ ഇരിക്കുന്നു, പണവും സ്ഥലവും അതിൽ കുടുങ്ങിക്കിടക്കുന്നു. എന്നാൽ അമിതോൽപാദനമാണ് ഇവിടത്തെ യഥാർത്ഥ വില്ലൻ. എല്ലാ പാഴാക്കലുകളിലും വെച്ച് ഏറ്റവും മോശപ്പെട്ടതായി ഇതിനെ കണക്കാക്കുന്നു. കാരണം മറ്റനേകം പാഴാക്കലുകൾക്ക് ജന്മം നൽകുന്നത് ഇതാണ്. അമിതമായി ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് അധിക ഇൻവെന്ററി എന്ന പാഴാക്കലുണ്ടാകുന്നത്. ഇതൊരു മികച്ച ലളിതമായ ഉദാഹരണമാണ്. നിങ്ങളുടെ കയ്യിൽ മണിക്കൂറിൽ 1000 പേജ് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രിന്ററുണ്ട്. പക്ഷേ അടുത്ത ഘട്ടമായ മടക്കുന്ന യന്ത്രത്തിന് മണിക്കൂറിൽ 800 എണ്ണം മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെയൊരു കുരുക്ക് രൂപപ്പെടും. ഓരോ മണിക്കൂറിലും മടക്കാത്ത 200 പേജുകൾ കുന്നുകൂടും. ആ കൂമ്പാരമാണ് അമിതോൽപാദനം. ഒരു പ്രക്രിയയുടെ ഒരു ഭാഗം അടുത്ത ഭാഗത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ നേരിട്ടുള്ള ഫലം. നമ്മുടെ മൂന്നാമത്തെ വിഭാഗം പാഴാക്കലുകൾ സമയത്തെയും പ്രയത്നത്തെയും കുറിച്ചുള്ളതാണ്. കാര്യങ്ങൾ നിശ്ചലമാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിലും കൂടുതൽ ജോലി ചെയ്യുമ്പോഴോ ആണ് ഇത് സംഭവിക്കുന്നത്. കാത്തിരിപ്പിലെ മൂട നമുക്കെല്ലാവർക്കും അനുഭവമുള്ള ഒന്നാണ്. ക്യാഷ് ഡ്രോയർ മാറുന്നതിനായി വെറുതെ നിൽക്കുന്ന കാഷ്യറെ പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയ കമ്പ്യൂട്ടർ പ്രശ്നം പരിഹരിക്കാനായി IT വിദഗ്ധൻ വരുന്നതും കാത്ത് ജോലി ചെയ്യാൻ കഴിയാതെ കുടുങ്ങിയിരിക്കുന്ന ഒരു മുഴുവൻ ഓഫീസ് ടീമിനെ പോലെ. അടുത്ത ഘട്ടത്തിനുള്ള ഇൻപുട്ട് തയ്യാറാകാത്തതുകൊണ്ട് എപ്പോഴൊക്കെ ഒരു പ്രക്രിയ നിലയ്ക്കുന്നുവോ അതാണ് കാത്തിരിപ്പിലെ പാഴാക്കൽ. അമിത പ്രോസസ്സിംഗ് വളരെ സൂക്ഷ്മമായ ഒന്നാണെങ്കിലും സാധാരണയായി കാണപ്പെടുന്നതാണ്. ഇത് ഗുണമേന്മ കുറയ്ക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഉപഭോക്താവ് വിലമതിക്കുകയോ പണം നൽകാൻ തയ്യാറാവാത്തതോ ആയ ഫീച്ചറുകളോ ഘട്ടങ്ങളോ മിനുക്കുപണികളോ ചേർക്കുന്നതിനെക്കുറിച്ചാണ്. ഒരാണിയിൽ സ്വർണം പൂശുന്നതുപോലെ ചിന്തിച്ചാൽ മതി.
ഇതൊരു മികച്ച യഥാർത്ഥ ഉദാഹരണമാണ്. ഒരു സാധാരണ ചെക്കപ്പിന് രോഗിയുടെ ഇൻഷുറൻസ് ആക്റ്റീവാണോ എന്ന് ഉറപ്പാക്കിയാൽ മാത്രം മതി. എന്നാൽ ഒരു ജീവനക്കാരൻ ഒരുപക്ഷെ കൂടുതൽ കൃത്യത പുലർത്താനുള്ള ആഗ്രഹം കൊണ്ട് പ്ലാനിന്റെ എല്ലാ വിശദാംശങ്ങളും അറിയാനായി 1 മണിക്കൂർ ഫോണിൽ സംസാരിക്കുന്നു. ആ അധിക 55 മിനിറ്റിലെ ജോലി ആ പ്രത്യേക സന്ദർശനത്തിന് ഒരു മൂല്യവും നൽകിയില്ല. അത് ശുദ്ധമായ അമിത പ്രോസസ്സിംഗ് ആയിരുന്നു. അത് നമ്മളെ അവസാനത്തെ പാഴാക്കലിലേക്ക് എത്തിക്കുന്നു. കേടുപാടുകൾ അഥവാ തെറ്റുകൾ. ഇത് നമുക്കെല്ലാവർക്കും ഏറ്റവും പരിചിതമായ ഒന്നാണ്, തെറ്റുകൾ. എന്നാൽ അതിന്റെ യഥാർത്ഥ നഷ്ടം നമ്മൾ ചിന്തിക്കുന്നതിലും വളരെ വലുതാണ്. ഇവിടത്തെ പ്രധാന കാര്യം ഒരു കേടുപാട് ഒരിക്കലും ഒരൊറ്റ പാഴാക്കലിൽ ഒതുങ്ങുന്നില്ലെന്നതാണ്. യഥാർത്ഥ നഷ്ടം ആ കേടായ ഭാഗം മാത്രമല്ല, അതിനുശേഷം വരുന്ന എല്ലാ പ്രയത്നങ്ങളുമാണ്. തെറ്റ് കണ്ടെത്താനെടുത്ത സമയം, അത് ശരിയാക്കാനുള്ള ജോലി, സാധനം തിരിച്ചെടുക്കുന്നത്, ഉപഭോക്താവിന്റെ പരാതി കൈകാര്യം ചെയ്യുന്നത്, ഇങ്ങനെ നഷ്ടങ്ങൾ പല മടങ്ങായി വർദ്ധിക്കുന്നു. ഇത് ആ പ്രത്യാഘാതം എത്ര വലുതാണെന്ന് വ്യക്തമായി കാണിക്കുന്നു. ഈ സംഭവങ്ങളുടെ ശൃംഖല നോക്കൂ. അപൂർണമായ ഒരൊറ്റ ഇൻഷുറൻസ് ക്ലെയിം, തിരുത്തൽ എന്ന പാഴാക്കൽ മാത്രമല്ല ഉണ്ടാക്കുന്നത്. അത് കടത്തൽ, തിരിച്ചയക്കുന്നതും വഴിതിരിച്ചുവിടുന്നതും, ചലനം, ജീവനക്കാർ പലതവണ കൈകാര്യം ചെയ്യുന്നതും, കാത്തിരിപ്പ്, പല ക്യൂകളിലായി കിടക്കുന്നതും എന്നിങ്ങനെയുള്ള പാഴാക്കലുകൾക്കും കാരണമാകുന്നു. ഒരൊറ്റ തെറ്റ് മുഴുവൻ പ്രക്രിയയെയും മലിനമാക്കുന്നു. അപ്പോൾ നമ്മുടെ ജോലിസ്ഥലങ്ങളിലെ 7 ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ നമ്മൾ തിരിച്ചറിഞ്ഞു. എന്തിനാണ് അവയ്ക്കൊരു പേരിട്ട് വിളിക്കുന്നത് ഇത്ര പ്രധാനമാകുന്നത്? കാരണം ഒരിക്കൽ നിങ്ങൾക്ക് അവയെ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവയ്ക്കെതിരെ പോരാടിത്തുടങ്ങാം. നിങ്ങൾ മുട ഇല്ലാതാക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ പ്രയോജനങ്ങൾ ഉടനടി പ്രകടമാകും. പ്രക്രിയകൾ വേഗത്തിലും ലളിതവുമാകും. കുറച്ചു ഘട്ടങ്ങൾ മാത്രമുള്ളപ്പോൾ തെറ്റുകൾ വരുത്താനുള്ള സാധ്യതകളും കുറയും. ഇത് നേരിട്ട് ചെലവ് കുറയ്ക്കുകയും ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനം വേഗതയേറിയതും വിശ്വസനീയവും ചെലവ് കുറഞ്ഞതുമായ ഒരു പ്രക്രിയ ഉപഭോക്താക്കളെ കൂടുതൽ സന്തോഷിപ്പിക്കും. അതാണ് ഇതിലെ ഏറ്റവും വലിയ പാഠം. നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു പ്രക്രിയയെ മെച്ചപ്പെടുത്താൻ കഴിയില്ല. മുടയെ കാണാൻ പഠിക്കുന്നത് നിങ്ങളുടെ ജോലിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഓരോ ദിവസവും കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പാതയിലെ ഏറ്റവും ആദ്യത്തെ സുപ്രധാനമായ ചുവടുവെപ്പും അതുതന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ കണ്ണടയുണ്ട്. നിങ്ങളുടെ സ്വന്തം ദൈനംദിന ജോലികളിലേക്കും നിങ്ങളുടെ ടീമിന്റെ പ്രവർത്തന രീതികളിലേക്കും നിങ്ങളുടെ കമ്പനിയുടെ പ്രക്രിയകളിലേക്കും ഒന്ന് നോക്കൂ. എവിടെയാണ് പാഴായ ചലനം, അമിതോൽപാദനം, കാത്തിരിപ്പ്? ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പോകുന്നു?